കോൺഗ്രസ് നേതൃത്വത്തെ തൃപ്തിപ്പെടുത്തേണ്ടതും അതിർത്തിയാവേണ്ടതും ഒരു കാര്യവുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇന്ന് കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചോളം സംഘടനാപരമായി അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ യാതൊരു ഒരു സ്വാധീനവുമില്ല, അതിലിടപെടേണ്ട കാര്യവുമില്ല. അദ്ദേഹം ഇന്ന് താൽക്കാലികമായെങ്കിലും കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അപ്പോൾ അങ്ങനെ ഒരു എം എൽ എ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നിയോജക മണ്ഡലത്തിൽ പോവുകയോ അദ്ദേഹം എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യേണ്ടത് അത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ അവകാശവും ഉത്തരവാദിത്വമാണല്ലോ. കാരണം അദ്ദേഹം ഇന്ന് എം എൽ എ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇടപെടേണ്ടതെല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് അദ്ദേഹം നിർവഹിക്കുന്നതിൽ ആർക്കാണ് എതിർപ്പ് പറയാൻ കഴിയുക? CPM-ഉം BJP-ക്കും അതിനകത്ത് എതിർപ്പ് പറയേണ്ട കാര്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനകത്ത് CPM പോലെയും BJP പോലെയും കോൺഗ്രസ് പാർട്ടിയും അതിനകത്ത് ഉത്തരവാദിത്വമില്ലാത്ത ഒരു പാർട്ടിയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതിനകത്ത് പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത പാർട്ടിയാണ്. പക്ഷെ CPM-ഉം BJP-യും അതിനെ മറ്റൊരു ഇരട്ടത്താപ്പിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊന്നല്ല. എന്തുകൊണ്ടാണ് പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് അതിനുശേഷം ജാമ്യത്തിൽ നിൽക്കുന്ന M. മുകേഷ് ഇന്ന് കൊല്ലം നിയോജക മണ്ഡലത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അതിൽ സത്യസന്ധത വേണം. ആ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്ത നിലപാട് വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹത്തെ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ വസ്തുതകളുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സംഘടനാപരമായ നടപടി ഏറ്റവും അടിയന്തരമായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത രീതിയിൽ ഞങ്ങൾ എടുത്തു. അതൊന്നും ചെയ്യാതെ ഇന്നും ബലാത്സംഗികളെയും അതുപോലെ തന്നെ സ്ത്രീപീഡകരെയും എല്ലാം സംരക്ഷിക്കുന്ന പാർട്ടി, KTDC ചെയർമാനായിട്ടും അതുപോലെ തന്നെ നവകേരളത്തിന്റെ ചെയർമാനായിട്ടും എല്ലാം അവരെ സംരക്ഷിക്കുന്ന പാർട്ടി ഇത്തരത്തിൽ നടത്തുന്ന പേക്കൂത്തുകൾ ജനങ്ങൾ തിരിച്ചറിയും, അതിനകത്ത് സംശയമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. അത് അദ്ദേഹം നിർവഹിക്കുന്നതിൽ ഞങ്ങൾ എന്തിനാ എതിർക്കേണ്ട കാര്യം? പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇനിയിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യം അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാവുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെല്ലാം ഇന്ന് മാധ്യമങ്ങളുടെ പ്രശ്നം മാത്രമാണ്, പ്രശ്നമല്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ നോക്കി നടക്കേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസിന്റെ തീരുമാനങ്ങൾക്കെതിരായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് പ്രതികരിക്കേണ്ടി വരും. പക്ഷെ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ളല്ലോ. പാർട്ടിയുടെ നിലപാടിനെ പൂർണ്ണമായി അംഗീകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. സസ്പെൻഷൻ കാലാവധിക്ക് സമയത്ത് ഒരു പ്രവർത്തകൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം, പ്രതികരിക്കേണ്ട രീതി തനിക്ക് അറിയാമെന്ന് പറഞ്ഞു തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തെ മുഴുവനായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് നടക്കുന്നത്? പാർട്ടിയിലില്ലാത്ത ഒരു MLA അവിടെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്തും അതുണ്ടാവും. അതിനെന്താ കുഴപ്പം? എൽദോസ് കുന്നപ്പള്ളി ആരോപണം വന്നപ്പോൾ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തില്ലേ? M. വിൻസെന്റിനെതിരെ ആരോപണം വന്നപ്പോൾ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തില്ലേ? അവരെല്ലാം ഉള്ള സമയത്തും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടല്ലോ, പാർട്ടി പ്രവർത്തനം നടന്നിട്ടുണ്ടല്ലോ. എന്താണ് അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സസ്പെൻഷനെ വലിയ രീതിയിൽ ചർച്ച ആക്കേണ്ട കാര്യം എന്താ? പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞു. പാർട്ടി നടപടിയെടുത്ത ഒരാൾ പുറത്തു നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രതിരോധം? ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനത്തോട് പറയാൻ കഴിയുന്ന കാര്യമല്ലേ? നോക്കൂ, ഞങ്ങൾക്ക് ഈ ചർച്ചകളിലെല്ലാം ഉന്നയിക്കാൻ കഴിയുന്നത് എന്താ? CPM-ന്റെ BJP-യുടെ ഇരട്ടത്താപ്പല്ലേ? ഉന്നാവിലെ MLA കുൽദീപ് സിംഗിനെ പ്രതി ചേർത്തുന്നത് മാത്രമല്ല ജയിലിലായി അദ്ദേഹത്തെ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് BJP പുറത്താക്കിയത്. ശ്രീകൃഷ്ണകുമാരൊക്കെ ഒന്ന് നോക്കണം. പാവപ്പെട്ട ഗുസ്തി ഫെഡറേഷന്റെ പെൺകുട്ടികൾ ആ ഡൽഹിയുടെ നഗരത്തിൽ കടന്ന് എത്രമാത്രം പോലീസിന്റെ മർദ്ദനമേൽക്കേണ്ടി വന്നു ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള പരാതി നടക്കുമ്പോൾ. അന്നൊന്നും ഇവരൊക്കെ ആ ബലാത്സംഗികളെ സംരക്ഷിക്കുകയല്ല ചെയ്തത്. കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായ പരാതി പോലുമില്ലാതെ ആരോപണം ആരൊക്കെതിരെയാണോ ഉന്നയിക്കുന്നതെന്നുള്ള പേര് പോലും പറയാതെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി. ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ധാർമ്മിക മൂല്യം CPM-നോ BJP-ക്കോ പറയാനുണ്ടോ? ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് അതല്ലേ? ജനങ്ങൾ അത്രമാത്രം പൊട്ടന്മാരാണോ? നിങ്ങൾ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് എന്തുകൊണ്ട് മുകേഷ് ഇന്നും MLA തുടർന്നുള്ള ചോദ്യം ചോദിക്കാത്ത രീതിയിൽ പൊട്ടന്മാരാണെന്നോ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നല്ലോ കോളേജിനകത്തുള്ള ആശയവിനിമയത്തിന്റെ. പുതുതലമുറ മുഴുവൻ എങ്ങനെയാണ് ആ തീരുമാനത്തെ നോക്കിക്കാണുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതല്ലേ? അപ്പോൾ CPM-ഉം BJP-യും ഇതിനെ വെറും മറ്റു വിഷയങ്ങളില്ലാതെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഇത്തരത്തിൽ മാതൃകാപരമായ നിലപാട് കോൺഗ്രസ് പാർട്ടി എടുക്കും
എന്നവർ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് അവസരം നഷ്ടപ്പെട്ടവർ ഇന്ന് എങ്ങനെയെങ്കിലും ഈ വിഷയം കത്തിച്ചു നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ അജണ്ടകൾ മാറ്റാൻ കഴിയുമോ, പിണറായി വിജയന്റെ ഈ ദുർഭരണത്തിനെതിരായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് വഴിമാറ്റാൻ കഴിയുമോ എന്നുള്ള കുടിലതന്ത്രം നടത്തുന്നു മാത്രമല്ല, അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.